ഒരു ഹൈന്ദവ വിശ്വാസിയെ സംബന്ധിച്ച് കാശി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം അല്ലെ. അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവും തോന്നില്ല. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കാശി പോലുള്ള ഒരു സ്ഥലത്ത്, അതായത് മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. എന്റെയും വിചാരം ഈ മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ എന്ന് പറയുമ്പോ അത്രയും കോടി ദൈവങ്ങൾ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അത് അങ്ങനെയല്ല എന്നും, അത് വളരെ കുറച്ച് എണ്ണത്തിലുള്ള കുറച്ച് ദൈവങ്ങൾക്കുള്ള ഒരു വിശേഷപ്പെട്ട ഒരു നാമമാണത്. മുപ്പത്തി മുക്കോടി എന്നുള്ളത്, കോടി എന്ന് പറയുന്നത് ശ്രേഷ്ഠം എന്നുള്ള വാക്കാണെന്നും അതിനെപ്പറ്റി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ ചെയ്യാം. എപ്പോഴും പലരും നമ്മളടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ് ഈ മുപ്പത്തി മുക്കോടി ദൈവങ്ങളൊക്കെ എന്തിനാണ്, ഒരു ദൈവം പോരെ എന്നുള്ളത്. അപ്പൊ ഈ മുപ്പത്തി മുക്കോടി എന്ന് പറയുന്നത് അത്രയും കോടിക്കണക്കിന് എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. അത് എനിക്ക് ഈ ഒരു അറിവ് തന്നിരിക്കുന്നത് ശരത് ഗുരുകൃപ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ ഉണ്ട്. ആ ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ വിശദ വിവരങ്ങൾ അറിയാൻ സാധിക്കും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങള് അവരുടെ അടുത്ത് കട എടുത്തിട്ട് ഞാൻ പറയേണ്ടി വരും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല. ഇന്ന് നമ്മളെ വിഷയം കൊട്ടിയൂരാണ്. അതായത് പ്രകൃതിയും ഈശ്വരനും നമ്മളും എല്ലാം കൂടെ ഒന്നായി തീരുന്ന ഒരു സ്ഥലം, പുണ്യസ്ഥലം. ഈ കാശിയെ പോലെ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന എല്ലാ ദൈവ വിശ്വാസങ്ങളും, അതായത് ദൈവ ചൈതന്യവും ഒരുമിച്ച് ഒരേ നേരത്ത് എത്തിച്ചേർന്നിട്ടുള്ള, സംഗമിച്ചിട്ടുള്ള ഒരു പുണ്യഭൂമിയാണ് കൊട്ടിയൂര്. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദക്ഷിണ കാശി എന്നാണ് കൊട്ടിയൂരിനെ പറ്റി പറയുന്നത്. അതായത് കാശിയിൽ പോകുന്ന അതേ ഒരു പുണ്യം തന്നെയാണ് നമ്മൾ കൊട്ടിയൂർ എത്തിച്ചേരുമ്പോഴും അനുഭവിക്കുന്നത്. കൊട്ടിയൂര് എന്തുകൊണ്ടാണ് അങ്ങനെ ശ്രേഷ്ഠമായിട്ട് പറയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിൽ പ്രത്യേകിച്ച് ഒരു ആധികാരികതയില്ല, കേട്ടറിവുകൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് നമ്മള് ദക്ഷ പ്രജാപതി, ഈ കഥകൾ നമ്മൾ കുറെ കേട്ട കാര്യങ്ങളാണ്. പക്ഷെ ഇത് ഇവിടെയാണ് നടന്നത് എന്നുള്ളത് അറിയാൻ കുറെ വൈകിപ്പോയി എന്നുള്ളതാണ് കേട്ടോ. അതായത് ദക്ഷ പ്രജാപതി, അതായത് മഹാരാജാവ്, അദ്ദേഹം നല്ലൊരു ഭക്തനാണ്. എന്നാൽ കൂടി അദ്ദേഹത്തിന് ശിവഭഗവാനോട് ഒട്ടും താല്പര്യമില്ല. കാരണം വേറൊന്നുമല്ല, ശിവഭഗവാന്റെ മഹത്വമോ അദ്ദേഹം ആരാണെന്നുള്ളൊരു അറിവോ ഈ ഒരു ദക്ഷ പ്രജാപതിക്ക് ഇല്ലാതായിപ്പോയി. കാരണം അദ്ദേഹത്തിന് ഈ ശിവൻ എന്ന് പറയുന്ന നേരം ചടുല ഭസ്മം ധരിച്ച് നാഗങ്ങളെ കഴുത്തിലണിഞ്ഞ് ഒരു സന്യാസി വേഷത്തിൽ നടക്കുന്ന ഒരു ചണ്ടാളൻ എന്ന ഒരു പുച്ഛഭാവത്തോടെയാണ് ശിവനെ എപ്പോഴും നോക്കിക്കണ്ടിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളായ സതീദേവിക്ക് ഈ ശിവഭഗവാനോട് പ്രണയം ഉണ്ടാവുകയാണ്. അതായത് ഞാൻ തന്നെയാണ് ദേവൻ എന്നുള്ളൊരു ചിന്ത, രണ്ടും ഒന്നാണെന്ന് ദേവി വിശ്വസിക്കുന്ന, അപ്പോ ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ടുള്ള ജീവിതം. പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിന്റെ ദക്ഷ പ്രജാപതിയുടെ ഒരു താല്പര്യത്തോടെ അല്ലാതെ ഇവരുടെ വിവാഹം നടക്കുകയും സതീദേവി പരമശിവന്റെ കൂടെ ചേരുകയും ചെയ്യാണ്. എങ്ങനെയെങ്കിലും ശിവഭഗവാൻ ഒരു അഹങ്കാരിയാണ് എന്നാണ് ദക്ഷ പ്രജാപതി ധരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കേണ്ട ഒരു സാഹചര്യം ആയിരുന്നില്ല അവിടെ. എങ്കിൽ പോലും ശിവഭഗവാൻ തന്നെ കണ്ടപ്പോൾ മകളുടെ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ബഹുമാനിച്ചില്ല, എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചില്ല എന്നതൊക്കെ ഈ ഒരു ദക്ഷന്റെ മനസ്സിൽ ഭയങ്കര വിദ്വേഷം ഉണ്ടാക്കുകയാണ് ഭഗവാനോട്. അപ്പൊ ഇദ്ദേഹം കാത്തിരിക്കുന്നത് വലിയൊരു, അതിനേക്കാൾ മഹത്തായ വലിയൊരു സദസ്സിൽ വെച്ച് ശിവനെ നമുക്ക് അവഹേളിക്കണം, അദ്ദേഹത്തെ അപമാനിക്കണം എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് യാഗം നടത്താനായിട്ട് തീരുമാനിക്കുകയാണ്. യാഗം എന്ന് പറയുന്നത് പൂജാതി കർമ്മങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിനേക്കാളും കുറച്ചും കൂടെ ഒരു വലിയൊരു കാര്യമാണ് യാഗം. അപ്പൊ ഈ യാഗം നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് പുണ്യഭൂമി തന്നെ വേണം. അങ്ങനെ രാജാവാണല്ലോ അദ്ദേഹം, ആളുകളെയാണോ ദൈവങ്ങളെയാണോ എനിക്ക് അറിയില്ല, കറക്റ്റ് അറിയില്ല, എന്തായാലും അന്വേഷിക്കാൻ വിടുന്നു. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട പുണ്യഭൂമി നമ്മുടെ സ്വന്തം ഈ മണ്ണിലുള്ള കൊട്ടിയൂരാണ് കേട്ടോ. കൊട്ടിയൂര് എന്ന് പറയുമ്പോൾ കൂടിയ ഊര്, എല്ലാം കൂടിയ ഊര്. അത് കാലക്രമേണ കൊട്ടിയൂര് എന്നുള്ള ഒരു പരിവേഷത്തിലേക്ക് വന്നതാണ്. അങ്ങനെ യാഗം നടത്താൻ തീരുമാനിച്ചുകൊണ്ട് ഈ 14 ലോകങ്ങളിലെയും സർവ്വചരാചരങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് ആ ഒരു യാഗം നടത്തുകയാണ്. യാഗം എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു, അതായത് ഭൂമിക്ക് മൊത്തമായിട്ട് ഒരു സർവ്വ ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഒരു കർമ്മമാണ്. അപ്പൊ അത് സതുദ്ദേശത്തോടു കൂടിയാണ് നടത്തേണ്ടത്. പക്ഷെ ഇവിടെ ദക്ഷ പ്രജാപതിയുടെ മനസ്സിൽ ഈ സർവൈശ്വര്യത്തിനും, അദ്ദേഹം നല്ലൊരു രാജാവ് തന്നെയാണ് കേട്ടോ, പക്ഷെ ഈ ഒരു അഹങ്കാരം, നമുക്ക് എത്ര തന്നെ ഭക്തി ഉണ്ടെങ്കിലും എന്തെല്ലാം കഴിവുണ്ടെങ്കിലും ഒരു രാജാവായിരുന്നാൽ പോലും അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. അഹങ്കാരം ഇതിനെയെല്ലാം തരിപ്പണമാക്കുന്ന ഒരു പാഠമാണ് നമുക്ക് ഈ ഒരു കഥയിൽ നിന്ന് കിട്ടുന്നത്. അപ്പം ഇദ്ദേഹം ഈ ഒരു യാഗം നടത്തുന്നുണ്ടെങ്കിൽ കൂടി ഇദ്ദേഹത്തിന്റെ ഗുണമായ ലക്ഷ്യം എന്താണ്? ശിവഭഗവാനെയും പാർവതീനെ മാറി പറഞ്ഞു കേട്ടോ, അതിൽ തെറ്റില്ല, രണ്ടും ഒന്ന് തന്നെ ആയതുകൊണ്ടായിരിക്കും സകല ആൾക്കാരും പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ സതീദേവി പാർവതി എന്നുള്ളത് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അതും ഒരു മായ തന്നെ അല്ലേ. അപ്പോ ശിവഭഗവാനെയും സതീദേവിനെയും തന്റെ മകളെയും മകളെ ഭർത്താവിനെയും ക്ഷണിക്കാതെ ഒരു യാഗം നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിൽ എല്ലാ ദേവാദിഗണങ്ങളും അവിടെ എത്തിച്ചേരുന്നു. അങ്ങനെ യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സതീദേവിക്ക് ഭയങ്കരമായിട്ടൊരു മനസ്സിൽ പ്രയാസം ഉണ്ടാവുകയാണ്. സ്വന്തം പിതാവ് ഇത്രയും വലിയൊരു യാഗം നടത്തുമ്പോൾ തന്നെയും തന്റെ പതിയെയും വിളിക്കുന്നില്ല. സതീദേവിയുടെ മനസ്സിലൂടെ പലവിധ വികാരങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞു പോവുകയാണ്. കാരണം
ഒന്ന് ആലോചിക്കുമ്പോൾ നമ്മളെ വിളിച്ചിട്ടില്ല പോവണ്ടെന്നൊക്കെ തോന്നും. പക്ഷേ അതിനുമൊക്കെ അപ്പുറത്ത് എന്തുകൊണ്ട് ഇതിന് മാത്രം എന്ത് അപരാധമാണ് തന്റെ ഭഗവാൻ നാഥൻ എന്ത് തെറ്റാണ് ചെയ്തത്, അതും അല്ലെങ്കിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പിതാവിനോട് നേരെ നേരെ നിന്ന് ചോദിക്കണം. അതായത് അത്രയും വലിയൊരു അവഗണനയാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഒരു അവഗണന ശിവഭഗവാന് പക്ഷെങ്കിൽ അതൊന്നും ബാധിക്കുന്നില്ല. പക്ഷെ സതീദേവിക്ക് അത് ഭയങ്കരമായിട്ടുള്ള പ്രയാസം ഉണ്ടാക്കി. ഇത് ആ ഒരു യാഗത്തിൽ പോയിട്ട് അവിടെ നിന്നുകൊണ്ട് ആ സദസ്സിൽ നിന്നുകൊണ്ട് പിതാവിനോട് ചോദിക്കാനുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട്, അതായത് മകൾക്ക് എപ്പോ വേണമെങ്കിലും കയറി ചെല്ലാം. യാഗം എന്ന് പറയുന്നിടത്ത് ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലാം, അതിലൊരു തെറ്റുമില്ല. അത് ഭഗവാനും അറിയാം. പക്ഷേ ഭഗവാൻ ചിന്തിക്കുന്നത് എന്നെ വിളിക്കാത്തോണ്ട് പോവണ്ട എന്നുള്ളതല്ല കേട്ടോ. അങ്ങനെ ഒരു വൈരാഗ്യം ഒരിക്കലും നമ്മുടെ ശിവഭഗവാന്റെ മനസ്സിലില്ല. അദ്ദേഹം വിചാരിക്കുന്നത് ഇത്രയും സർവ്വചരാചരങ്ങളെ വിളിക്കുമ്പോൾ തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം ചിലപ്പോൾ മാറി മറിഞ്ഞേക്കാം. കാരണം ദക്ഷന്റെ സ്വഭാവം ശിവഭഗവാനെ അറിയാം. അതുകൊണ്ട് മാത്രമാണ് സതീദേവി എത്ര തന്നെ നിർബന്ധിച്ചിട്ടും ശിവഭഗവാൻ ഈ ഒരു യാഗത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചിരിക്കുന്നത്. അപ്പോൾ സതീദേവി പറയുന്നത് തന്റെ പിതാവാണ്, തന്റെ പിതാവ് നടത്തുന്ന ഇത്രയും വലിയൊരു യാഗത്തില് തീർച്ചയായിട്ടും എനിക്ക് പോകണം, എനിക്ക് കാര്യങ്ങൾ അറിയണം, അതിൽ പങ്കെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അറിഞ്ഞിട്ടും പോകാത്തൊരു മകൾ എന്നൊരു രീതിയിൽ താൻ പിന്നീടും തെറ്റുകാരിയാവുന്നുള്ളൊരു വിചാരത്തില് സതീദേവി പോകുമ്പോ ശിവഭഗവാൻ പറയുന്നുണ്ട്, പോയി കഴിഞ്ഞാല് തീർച്ചയായിട്ടും അവിടെ അഹിതം മാത്രമേ സംഭവിക്കുള്ളൂ. തീർച്ചയാണ്. അത് മനസ്സിന് സമാധാനം കിട്ടുന്ന യാതൊന്നും തന്നെ അവിടെ പ്രതീക്ഷിക്കരുത്. അത് പറയുമ്പോൾ സതീദേവി പറയുന്നതും അങ്ങനെ, അതായത് സതീദേവി തന്റെ പ്രിയപ്പെട്ട പിതാവിനെ അത്രമേൽ വിശ്വസിക്കുകയാണ്. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാല് അങ്ങനെ ഒരു അഹിതം സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അഥവാ ഇനി സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം മാത്രമേ ഭഗവാൻ അവിടെ എത്താൻ പാടുള്ളൂ എന്നുള്ളത്. അങ്ങനെ സതീദേവി ഈ ഒരു യാഗം നടക്കുന്ന സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ ദക്ഷന്റെ മനസ്സിൽ ഈ യാഗം ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും ചിന്ത മുഴുവനും ശിവഭഗവാനെ കുറിച്ചുള്ള ആ ഒരു ഇപ്പൊ എന്ത് അവസ്ഥയിലായിരിക്കും ഭഗവാൻ ഇരിക്കുന്നത് എന്നുള്ള ചിന്തയാണ്. അപ്പോ യാഗത്തിലേക്ക് സതീദേവി കയറി വരുമ്പം അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാവാണ്. കാരണം അപമാനിക്കാൻ ഒരു അവസരം കാത്തു നിൽക്കുകയാണ്. അഹങ്കാരം കൊണ്ട് അന്ധനായി തീർന്നിരിക്കുകയാണ് ദക്ഷ പ്രജാപതി. മുന്നിൽ നിൽക്കുന്നത് തന്റെ മകളാണെന്ന് പോലും മറന്നുകൊണ്ട് അത് വെറും ശിവഭഗവാന്റെ പത്നി മാത്രമാണെന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് സതീദേവിയോട് ഈ പിതാവ് സംസാരിക്കുന്നത്. പക്ഷെ ആ മുന്നിൽ നിൽക്കുന്നത് തന്റെ പിതാവാണെന്നാണ് സതീദേവിയുടെ മനസ്സിലുള്ളത്. പക്ഷെ ദക്ഷ പ്രജാപതി വിചാരിക്കുന്നത് ഞാൻ ഈ യാഗത്തിന്റെ അധിപനാണെന്നും ഇതെന്റെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ ക്ഷണിക്കാതെ വന്നിട്ടുള്ള ശിവഭഗവാന്റെ പത്നി മാത്രമാണെന്നുള്ളത് രീതിയിലാണ് സംസാരം ഉണ്ടാവുന്നത്. അവിടെ സതീദേവിയെ ഒരുപാട് തവണ അവഹേളിച്ചു, പല വാക്കുകളും ക്രൂരമായി ഉപയോഗിച്ചു. അപ്പോഴൊന്നും സതീദേവിക്ക് പതറാതെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് തന്റെ പിതാവാണ് പറയുന്നത് തനിക്കത് ക്ഷമിക്കാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ പിന്നീട് ആ ഒരു സംസാരം, ശിവഭഗവാനെ കുറിച്ചുള്ള നീചമായ സംസാരങ്ങള്, അദ്ദേഹത്തെ അത്രയും തരം താഴ്ത്തിക്കൊണ്ടുള്ള വാക്പ്രയോഗങ്ങള്, ഇതെല്ലാം തന്നെ സതീദേവിയെ നിയന്ത്രണം വിടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് സംസാരിക്കുന്ന സമയത്ത് അവിടെ ചുറ്റിലും ചിലരെങ്കിലും പരിഹസിച്ച് ചിരിക്കുന്നുണ്ട്. ആ ഒരു അപമാനം, അതായത് ദക്ഷപ്രജാപതി പിന്തുണയ്ക്കുന്ന രീതിയിൽ പരിഹസിച്ച് ചിരിക്കുന്നവരുണ്ട്, ആനന്ദിക്കുന്നവരുണ്ട്. പക്ഷെ അയ്യോ ഇതെന്താണ് പറയുന്നതെന്ന് ചിന്തിക്കുന്നവരും, അങ്ങനത്തെ ഒരു സദസ്സിൽ ആ ഒരു അന്തരീക്ഷത്തിലാണ് സതീദേവി നിൽക്കുന്നത്. ഈ ഒരു പ്രയാസം ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത്രമേൽ വേദനയാണ്. കാരണം പറയുന്നത് ഈ അപമാനം നേരിടേണ്ടി വരുന്നത് സ്വന്തം പിതാവിൽ നിന്നും, അത് അപമാനിക്കപ്പെടുന്നത് തന്റെ എത്രയും പ്രാണപ്രിയനായിട്ടുള്ള നാഥനും. ഈ ഒരു ധർമ്മ സങ്കടത്തില് സതീദേവി അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയാണ്. പിതാവിനരികിലേക്കും പോകുന്നില്ല, പതിയുടെ അരികിലേക്കും പോകുന്നില്ല. ആ യാഗാഗ്നിയിൽ തന്നെ ആത്മാഹുതി ചെയ്യാനുള്ള തീരുമാനമാണ് സതീദേവി എടുക്കുന്നത്. അപ്പോ സതീദേവി മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ ആ ഒരു യാഗാഗ്നിയിലേക്ക്, ആ ഹോമകുണ്ടത്തിലേക്ക് ചാടി ആത്മാഹുതി ചെയ്യാൻ. സതീദേവിയുടെ ആ ഒരു പ്രവൃത്തി കണ്ട് സഭ മുഴുവനും ഞെട്ടാണ്. സകലരും ഭയക്കാണ്. ഇനി അടുത്ത നിമിഷം ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും ഒരു ധാരണയില്ല. പ്രജാപതി പോലും ദക്ഷ മഹാരാജാവ് പോലും അന്താളിച്ച് നിൽക്കാണ്. കാരണം അപ്പോഴാണ് ഇത് തന്റെ മകൾ കൂടിയാണെന്നുള്ള ഒരു ബോധം അദ്ദേഹത്തിന് വരുന്നത്. മനസ്സ് നോവാൻ തുടങ്ങി. താൻ കാരണം തന്റെ പ്രിയപ്പെട്ട പുത്രി ഇപ്പോ അഗ്നിക്കിരയായിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വിവരം കൈലാസത്തിൽ അറിയുമ്പോഴേക്കും ശിവഭഗവാൻ എന്ന് പറയുന്നത് ക്ഷിപ്രപ്രസാദിയുമാണ്, ക്ഷിപ്രകോപിയുമാണ്. അദ്ദേഹത്തിന്റെ വികാരങ്ങൾ എപ്പോഴും ഒരു മൂർധന്യാവസ്ഥയിലാണ്. സ്നേഹമാണെങ്കിലും സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും അതങ്ങേ അറ്റത്താണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. സതീദേവിയെ നഷ്ടപ്പെട്ടു എന്ന് അറിയുന്ന ആ ഒരു നിമിഷത്തില് ഭഗവാൻ ഭയങ്കരമായിട്ട് ഗർജിക്കുകയും 3 ലോകവും നടുങ്ങുകയും ചെയ്യാണ്. ആ ഗർജനം കേൾക്കുമ്പോഴത്തേക്കും ഈ ഒരു യാഗാഗ്നിയിൽ നിൽക്കുന്നവരെല്ലാം വിറയ്ക്കാൻ തുടങ്ങി. പലരും അവിടുന്ന് പലായനം ചെയ്യാൻ തുടങ്ങി. കാരണം ഇനി അടുത്തത് എന്താണ്, ഈ പ്രപഞ്ചം തന്നെ ഉണ്ടാവോ എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയാണ്. അദ്ദേഹം ചെയ്തത് തന്റെ തിരുജട പറിച്ച് നിലത്തടിക്കുകയാണ് ചെയ്യുന്നത്. ഭ്രാന്തനെ പോലെ അലറുകയാണ് ചെയ്യുന്നത്. തിരുജട തറയിലടിച്ചപ്പോ അതിൽ നിന്ന് വീരഭദ്രനും ഭദ്രകാളിയും ഉത്ഭവിക്കുകയും അവര് യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയും അവിടെ ആകമാനം ഒരു ശ്മശാന സമമായിട്ട് മാറ്റുകയും ചെയ്യാണ്. ചെല്ലുന്ന സമയത്ത് ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാല്, ഈ ഭൂതഗണാദികൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സതീദേവിയെ അപമാനിച്ചു കൊണ്ടിരുന്നപ്പം
പൂഷാവ് അദ്ദേഹത്തിന്റെ വെളുത്ത പല്ലുകൾ കാട്ടി ഇളിച്ചോണ്ട് നിന്നു എന്നൊരു കഥയുണ്ട്. അതായത് നമ്മളെ ഒരാൾ അപമാനിക്കുന്ന സമയത്ത് അത് അവരിൽ നിന്ന് നേരിടുന്നതിനേക്കാൾ നമുക്ക് പ്രയാസവും ദേഷ്യവും അമർഷവും തോന്നുന്നത് അത് കേട്ടുകൊണ്ട് തൊട്ടടുത്തുന്ന ഒരാൾ നമ്മളെ കളിയാക്കി ചിരിക്കുമ്പോഴാണ്, അല്ലെ? നമ്മളെ ഒരാൾ കളിയാക്കാണ്, അദ്ദേഹത്തോട് തോന്നുന്ന ഒരു വെറുപ്പിനേക്കാൾ കൂടുതൽ നമുക്ക് തോന്നുക അത് കേട്ടിട്ട് ഇവിടുന്ന് ആരെങ്കിലും നമ്മളെങ്ങനെ തമാശയാക്കുക അല്ലെങ്കിൽ പരിഹസിക്കുമ്പോഴാണ്, അല്ലെ? അപ്പൊ അങ്ങനെ പരിഹസിച്ചുകൊണ്ടിരുന്ന പൂഷാവിന്റെ വെളുത്ത പല്ലുകൾ അടിച്ചു കൊഴിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ശിവാഷ്ടോത്തര ശതനാമാവലിയില് പൂഷദന്ത ബിരേ നമ എന്ന് ചൊല്ലുന്നില്ലേ? അങ്ങനെ പിന്നീട് ചെയ്യുന്നത്, ഈ ഒരു യാഗത്തിന് നേതൃത്വം നൽകിയ കുറെ മഹർഷിമാരുണ്ട്. മഹർഷിമാരെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരാ ഈ ഒരു താടിയാണല്ലേ. അപ്പൊ ഈ മഹർഷിമാര് ഈ താടി ഒഴിഞ്ഞുകൊണ്ട് പുച്ഛിച്ച് ചിരിക്കുകയാണ് ഉണ്ടായത്. അത് കാരണം തന്നെ ഈ ഒരു താടിയിൽ പിടിച്ച് പറിച്ച് ഭയങ്കര ഒരു നിൽപ്പ് നിൽക്കുകയാണ്, രൗദ്രഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് പറിച്ച് ഓടക്കാട്ടിലേക്കാണ് എറിയുന്നത്. അതുകൊണ്ടാണ് ഓട ഉപയോഗിച്ച്, അതായത് ഈറ്റയുടെ കമ്പ് ഉപയോഗിച്ചുകൊണ്ട് അത് തച്ചിട്ടാണ് നമ്മൾ ഓടപ്പൂവ് ഉണ്ടാക്കുന്നത്. ഓടപ്പൂവിന്റെ വിശദ വിവരങ്ങൾ, അത് എന്തിനു വീട്ടിൽ തൂക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതിനെ കുറിച്ച് പറയുന്നില്ല. അതുപോലെ ഈ വീരഭദ്രൻ വന്നിട്ടാണ് ദക്ഷ പ്രജാപതിയുടെ തലയറുത്തെടുക്കുകയാണ്. തലയറുത്ത് തറയിലടിച്ചുകൊണ്ട് ചിന്നിച്ചിതറി പോവാണ് അദ്ദേഹത്തിന്റെ തല. അത്രയധികം ഒരു ഭയാനകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് യാഗഭൂമി മാറുകയാണ്. അതിനുശേഷം അവിടെ കൈലാസനാഥൻ എത്തുകയും അപ്പോ ഈ അഗ്നിയില് വെന്തുകൊണ്ടിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട പ്രാണസഖീനെ കയ്യിലെടുത്തുകൊണ്ട് ഭ്രാന്തനെ പോലെ അലറിക്കരയാണ്. അദ്ദേഹം ആരാണെന്ന് മറന്നു പോവാണ്, എന്താണ് തന്റെ കർമ്മം എന്ന് മറന്നു പോവാണ്. ഇനി ഞാൻ എന്ത് ചെയ്യണം അതൊന്നും ഓർമ്മയില്ലാതെ ഈ ഒരു സ്നേഹത്തില് സതീദേവിയോടുള്ള ഒരു പ്രണയത്തിൽ വേദനിച്ച് അദ്ദേഹം അലറി കരയുമ്പോൾ അത് തുടരാൻ അനുവദിച്ചുകൂടാ, അല്ലെ? കാരണം അത് ശിവഭഗവാൻ എന്ന് പറയുന്നത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ബ്രഹ്മാവും മഹാവിഷ്ണുവും അങ്ങനെ നമ്മളെ ദേവാദിഗണങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഭഗവാനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അത് ഒട്ടും ഏൽക്കുന്നില്ല. ഭഗവാൻ ഇത് തന്നെ വിഭ്രാന്തിയിലായിക്കൊണ്ട് ഇതിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ ആ ഒരു സതീദേവിയുടെ ശരീരം അത് ഇനിയും ഇതേ അവസ്ഥയിൽ തുടരുന്നത് ശരിയല്ല എന്ന് കണ്ടുകൊണ്ട് വിഷ്ണു ഭഗവാൻ തന്റെ സുദർശന ചക്രം കറക്കിക്കൊണ്ട് സതീദേവിയുടെ ശരീരം ഛിന്ന ഭിന്നമായിട്ട് ചെതറി തെറിക്കുകയാണ്. അതാണ് നമ്മുടെ നാട്ടില് 108 ശക്തിപീഠങ്ങളായിട്ടുള്ള ദുർഗാലയങ്ങൾ. അതിൽപ്പെട്ട ഒരുപാട് ക്ഷേത്രങ്ങൾ നിങ്ങൾക്കറിയാം. അതായത് 108 ക്ഷേത്രങ്ങൾ, ശക്തിപീഠങ്ങളായിട്ടുള്ള 108 ക്ഷേത്രങ്ങളാണ് നമ്മുടെ ചോറ്റാനിക്കര, മൂകാംബിക എന്ന് തുടങ്ങിയിട്ടുള്ള കുറെ ക്ഷേത്രങ്ങൾ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ 108 ക്ഷേത്രങ്ങളായിട്ട് അത് മാറുകയാണ്. സതീദേവിയുടെ ശരീരം ചിന്നിത്തെറിച്ച് വീണ ഇടങ്ങളാണ് ഈ ഒരു 108 ശക്തിപീഠങ്ങൾ. അതിനുശേഷം ഭഗവാനെ ആലിംഗനം ചെയ്തുകൊണ്ടാണ് വിഷ്ണു ഭഗവാൻ ഈ ഒരു വേദനയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്. അതായത് ആ ഒരു സൗഹൃദ ബന്ധം ഭഗവാനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വേദന എങ്ങനെ ശമിപ്പിക്കണം അത് ഭഗവാന് മാത്രമേ കഴിഞ്ഞുള്ളൂ. വിഷ്ണു ഭഗവാൻ ചേർത്ത് പിടിച്ചുകൊണ്ട്, അതാണ് നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുള്ള ആലിംഗന പുഷ്പാഞ്ജലി അല്ലെങ്കിൽ രോഹിണി ആരാധന എന്ന് പറഞ്ഞിട്ട് കൊട്ടിയൂരിൽ നടന്ന ആ ഒരു ചടങ്ങ്. അപ്പൊ ആ ഒരു ആലിംഗനത്തില് അദ്ദേഹം ശാന്തനാവുകയും അതിനുശേഷം യാഗം തുടങ്ങി വെച്ച യാഗമാണ്. ആ യാഗം ഒരിക്കലും പൂർത്തിയാക്കാതെ പോവരുത്. കാരണം ഇദ്ദേഹം സതീദേവിയെ മാത്രം അവലംബിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തിയല്ല, വ്യക്തി എന്ന് പറയാൻ പാടില്ല, ദേവനല്ല. അതുകൊണ്ട് തന്നെ യാഗം പൂർത്തിയാക്കണം. അത് നമ്മുടെ ഭൂമിക്ക് പ്രപഞ്ചത്തിന് തന്നെ ദോഷമായി മാറും അല്ലാന്നുണ്ടെങ്കിൽ. അപ്പൊ യാഗം നടത്തി തുടങ്ങിയത് ആരാണ്? ദക്ഷനാണ്. അതുകൊണ്ട് ദക്ഷനെ പുനർജീവിപ്പിച്ചുകൊണ്ട് ഈ ഒരു യാഗം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് തല ചേർത്ത് വെക്കാൻ സാധിക്കില്ല. കാരണം അത് ചിതറിപ്പോയി. അതുകൊണ്ട് തന്നെ ആടിന്റെ തല അറുത്തുകൊണ്ട് ദക്ഷന് തല വെച്ചു കൊടുത്ത് പുനർജീവിപ്പിച്ചുകൊണ്ട് യാഗം പൂർത്തിയാക്കുകയും പിന്നീട് ആ സ്ഥലം ഒരു വനമായി മാറുകയും ചെയ്യാണ് കഥ ഉള്ളത്. ഇതില് പിന്നീട് കാലങ്ങൾ കുറെ കഴിഞ്ഞ സമയത്ത് ആ നാട്ടില് അത് ഒരു കൊടും വനമായി മാറിക്കഴിഞ്ഞു. ബാവലിപ്പുഴയുടെ കരയിലുള്ള ഒരു കൊടും വനമായി മാറിക്കഴിഞ്ഞു. അതിനുശേഷം കുറെ കാലങ്ങൾക്ക് ശേഷം കുറിച്യർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാള് അമ്പെയ്ത്തിന് പോവാണ് കാട്ടില്. ആ സമയത്ത് അമ്പിന് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കല്ലിൽ ഒരച്ച സമയത്ത് രക്തപ്രവാഹം ഉണ്ടാവുകയാണ്. അദ്ദേഹം ഭയന്നു. അദ്ദേഹം അപ്പൊ തന്നെ ആ ബാവലിപ്പുഴയുടെ ഇക്കരെ വന്നിട്ട് പടിഞ്ഞാറ്റയിൽ തറവാടാണെന്ന് തോന്നുന്നു, പേരുകളൊക്കെ തെറ്റിപ്പോട്ടോ, അതുകൊണ്ടാണ് ഞാൻ പലതും പറയാത്തത്, തെറ്റ് പറയാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അവിടെ പോയി അറിയിക്കുകയും അവിടുന്ന് ആളുകൾ വരെയും ഇതേക്കുറിച്ച് അന്വേഷിക്കുകയും പലരും പല അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്തു. ഈ രക്തപ്രവാഹം നിൽക്കുന്നില്ല ഈ കല്ലിൽ നിന്ന്. പിന്നീട് നമ്മൾ അത് അന്വേഷിച്ച് അവര് രാശി വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലായത്, അതായത് യാഗാഗ്നിയില് ആത്മാഹുതി ചെയ്ത സതീദേവിയുടെ ഒരു കല്ല് അവിടെ ഉണ്ട്. ഒരു അമ്മാറത്തറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ആ തറ, അമ്മ മറഞ്ഞ തറയാണത്. അമ്മ മറഞ്ഞ കല്ലെന്ന് പറഞ്ഞിട്ട് അതിനടുത്തുണ്ട്. അതിന് ഇപ്പുറത്തായിട്ട് സതീദേവിക്ക് അരികിൽ തന്നെ സ്വയംഭൂവായിട്ട് ശിവഭഗവാൻ നിലകൊണ്ടു എന്നുള്ളതാണ് അതിലുള്ള സത്യം. അപ്പോ ആ ഒരു രക്തപ്രവാഹം നിലയ്ക്കുന്നില്ല. അത് നിലയ്ക്കാൻ വേണ്ടിയിട്ട് ഇവര് പല തരത്തിലും ശ്രമിച്ചു നോക്കുന്നുണ്ട്. നെയ്യ്, തേന്, അമൃത്, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്ത് നോക്കുമ്പോഴും
ഇതിന് കൃത്യമായ ഓർഡർ ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ് ആദ്യം ആദ്യം ഇത് രക്തപ്രവാഹം നിലയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അതിൽ അഭിഷേകം ചെയ്തെന്നുള്ളത് കൃത്യമായിട്ടുണ്ട്. അത് എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. നെയ്യൊക്കെ ചേർത്തിട്ടാണ്, നെയ്യ് അഭിഷേകം ഒക്കെ ചെയ്ത് നോക്കിയിട്ടും ആ രക്തപ്രവാഹം നിൽക്കുന്നില്ല. അവസാനം ഇളനീര് കൊണ്ട് ഒഴിച്ച സമയത്താണ് അത് അവസാനിച്ചത്. അതുകൊണ്ടാണ് ഇളനീരാട്ടം അവിടെ അത്രയും പ്രചാരത്തിൽ വന്നതും. അതിനുശേഷം അവിടെ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഉത്സവാഘോഷങ്ങളിലേക്ക് മാറുകയാണ്. അപ്പോ ഇതിനകത്ത് മറ്റൊരു കഥ ഉള്ളത്, കലി പ്രവേശിക്കാത്ത ഇടമാണ് കൊട്ടിയൂർ എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് നമുക്ക് കുറെയൊക്കെ തോന്നും കേട്ടോ. ആ നാട്ടിൽ കാല് കുത്തുമ്പോൾ നമുക്ക് തോന്നും. കാരണം വൈശാഖ മഹോത്സവം നടക്കാത്ത ഇടവേളകളിലൊക്കെയും ആ നാട് ഒരു സാധാരണ ഗ്രാമമാണ്. അധികം പുരോഗമനം എത്താത്ത സാധാരണ ഗ്രാമം. പക്ഷെ ആ ഒരു ഉത്സവ സീസണിൽ മാത്രമാണ് ഇതിങ്ങനെ മാറുന്നത്. അവിടെ പുരോഗമനം വലിയ തോതിൽ ബാധിച്ചിട്ടില്ല. കാരണം ഈ ഒരു വികസനം ഒരുപാട് വന്നിട്ടില്ല. പ്രകൃതിയിൽ ആ വനത്തില്, അതായത് അത് പ്രകൃതിയുമായി അലിഞ്ഞു ചേർന്ന് അങ്ങനെ തന്നെ നിൽക്കണം. അത് കാടായിട്ട് തന്നെ നിലനിർത്തണം എന്നുള്ളൊരു വിശ്വാസത്തില് ഇന്നും അവിടെ നമ്മൾ കടന്നു പോകുന്ന പാലം പോലും ആ തരത്തിലുള്ളതാണ്. പുഴ കടന്നു വേണം ക്ഷേത്രത്തിൽ എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ അവിടെ ഇത്രയും അധികം ആളുകൾ എത്തുന്ന സമയത്ത് ആ നാട്ടുകാർ മുഴുവനും നമ്മളെ വരവേൽക്കാനായിട്ട് ഒരുങ്ങാണ്. എന്റെ ഒരു അനുഭവം ഞാൻ പറയാം. അവിടെ ഈ ഒരു 28 ദിവസവും ഉത്സവ സീസണില് നാട്ടുകാര് നമുക്ക് വേണ്ടതൊക്കെ തരാണ്. ഭക്ഷണം, സൗജന്യ ഭക്ഷണമാണ് അവിടെ നിന്ന് കിട്ടുന്നത്. അത് പ്രത്യേകിച്ച് ഒരു ട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. അവര് നമുക്ക് സൗജന്യ ഭക്ഷണം തരുന്ന ഒരുപാട് ഇടങ്ങളാണ്. അതേപോലെ ചുക്ക് കാപ്പി തരുന്ന ഒരു കൂട്ടം ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവം പറയാം. ഞങ്ങള് പിന്നെ ഈറൻ അണിഞ്ഞുകൊണ്ടാണ് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതല്ലേ. ആ ഇറങ്ങി വന്ന സമയത്ത് കാറിനടുത്ത് പോയപ്പോൾ അവിടെ എങ്ങും ഞങ്ങൾ അപ്പുറത്തെ ഭാഗത്തേക്കാണ് പോയത്. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ഈ ഡ്രസ്സ് മാറാനുള്ള ഒരു സാഹചര്യം ഇല്ല. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഓടപ്പൂവ് KK ഷാജി എന്നാണ് കേട്ടോ അവരുടെ പേര്. അപ്പൊ ഞാൻ ഒരു ഓടപ്പൂവ് വിൽക്കുന്ന വീടിന്റെ മുറ്റത്തൊക്കെ ഓടപ്പൂവ് വിൽപ്പനയാണ്. അപ്പൊ അവിടെ പോയി ഞാൻ അവരോട് ചോദിച്ചു, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഡ്രസ്സ് മാറാനുള്ള സൗകര്യം ഉണ്ടോ എന്ന്. അപ്പൊ അവർ പറഞ്ഞു, എന്റെ വീടുണ്ടല്ലോ, നിങ്ങൾക്ക് ഇവിടെ പോവാലോ, ഇവിടെ നിങ്ങൾ ഉപയോഗിച്ചോന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഞാൻ കയറി ചെന്നപ്പോൾ നമ്മളെ വീട് പോലെ അകവും പുറവും ഒക്കെ അവര് നമുക്ക് വിട്ടു തരികയാണ് കേട്ടോ. അത് ഏത് വീട്ടിലാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ അവിടെ പോയി അവരെ ബാത്റൂം ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വരുമ്പോൾ അവരവിടുന്ന് അവരെ ചെലവിൽ ₹1 പോലും പ്രതിഫലം വാങ്ങിക്കാതെ ഫുഡ് കൊടുക്കുകയാണ്, ഉച്ചഭക്ഷണം. ഇതൊക്കെ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി കേട്ടോ. ആ നാട്ടുകാർ അത്രയും ആ ഒരു 28 ദിവസവും ഭഗവാനെ കാണാൻ എത്തുന്നവരൊക്കെ വളരെ വിശേഷപ്പെട്ട ഒരു ഇതായിട്ട്, അത് യാഗത്തിൽ പങ്കെടുക്കാൻ വരുന്നവരായിട്ട് കണക്കാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്നൊരു അന്തരീക്ഷമാണ് കൊട്ടിയൂർ. ഞാൻ പോയപ്പോ എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തത്. അല്ലാതെ കുറച്ച് കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചില്ല എന്നും, അമ്പല കമ്മിറ്റിക്കാരെ പ്രശ്നങ്ങൾ, ട്രാവൽ ബ്ലോക്ക് ആയത്, അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായ സമയത്തുണ്ടായ ബുദ്ധിമുട്ടുകൾ, അതേപോലെ പിന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ആപത്തുകൾ ഉണ്ടായത്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ അനുഭവത്തിൽ അത് അറിയാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് പോയി വരാൻ വേണ്ടി സാധിച്ചത്. ഒന്നുകൊണ്ടും എനിക്കൊരു അസ്വസ്ഥത പോലും, ഒരു മനസ്സിൽ ഒരു നേരം പോലും ഒരു ക്ഷീണം പോലും തോന്നാത്ത രീതിയിൽ ഞാൻ അവിടെ പോയി ആലിംഗന പുഷ്പാഞ്ജലി തൊഴുത് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അമ്പലത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ, ഇക്കരെ കൊട്ടിയൂര് അക്കരെ കൊട്ടിയൂര് എന്ന് പറഞ്ഞിട്ട് 2 ക്ഷേത്രങ്ങളാണ് ബാവലിപ്പുഴയുടെ 2 തീരങ്ങളിലായിട്ട്. അതില് ഇക്കരെ കൊട്ടിയൂര് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പോയി തൊഴാൻ പറ്റുന്ന രീതിയിൽ പൂജാ കർമ്മങ്ങൾ സാധാരണ ക്ഷേത്രം പോലെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഉത്സവ സീസൺ ആവുന്ന സമയത്ത് ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് അവിടുത്തെ ഉത്സവം നടക്കുന്നത്. ഈ ഒരു കാലത്ത് ഇക്കരെ കൊട്ടിയൂര് പൂജയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമ്മൾ അക്കരെ കൊട്ടിയൂർ എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ഷേത്രമൊന്നുമില്ല. ഈ മണിത്തറയുണ്ട്, അമ്മാറക്കല്ലുണ്ട്, ഇത് രണ്ടാണ് അവിടെ ഉള്ളത്. പിന്നെ ഒരു തിരുവഞ്ചിറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു എന്താ പറയാ ചുറ്റുപാടും ഉണ്ട്. ഇത് മാത്രമാണ് അവിടെ ഉള്ളത്. അവിടെ പക്ഷെങ്കിൽ ഈ ഒരു ഉത്സവം ആകുമ്പോഴത്തേക്കും ശരിക്കും കണ്ടു കഴിഞ്ഞാൽ അതിശയം തോന്നുന്ന വിധത്തിൽ കാട് മൂടി 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 നമുക്ക് ആ സ്ഥലം തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ കാട് മൂടി കിടക്കുന്ന ഒരു ഇടമാണ് ഓരോ വർഷവും പോയിട്ട് ഇവര് ഇന്ന് നമ്മൾ പോയി തൊഴുന്ന ആ ഒരു നല്ലൊരു പ്രദേശമാക്കി മാറ്റുന്നത്. കാടിന്റെ ഉള്ളില് ഇവര് പോയിട്ട് ആ ഒരു കല്ലുകളെല്ലാം മൂടി കിടക്കുന്നതായിരിക്കും. അതെല്ലാം അത്രയും ഇത് വൃത്തിയാക്കാനും അവകാശപ്പെട്ടവരുണ്ട് കേട്ടോ. അതുപോലെ അവിടുത്തെ പൂജാതി കർമ്മങ്ങൾ, യാഗാദി കർമ്മങ്ങൾ മുഴുവനും ഒരു തരത്തിലും ഒരു ജാതിഭേദം കാണിക്കാത്ത, ഒരു ഇന്ന സമുദായം എന്നോ അങ്ങനെ ഒന്നും തന്നെയില്ല. എല്ലാ സമുദായത്തിൽപ്പെട്ട എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അവിടെ ഓരോരോ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലും അതിശയം നിറയുന്നത് ഈ ഓരോ ആളുകളും പരസ്പരം ബഹുമാനത്തോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓരോ സ്ഥാനക്കാർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടാവും. അത് ആദിവാസി ആണെങ്കിലും നായർ ആണെങ്കിലും തീയരാണെങ്കിലും, അങ്ങനെ ഞാൻ ജാതി എടുത്ത് പറയല്ല, അങ്ങനെ സകല ആളുകളും ഒരേ സമമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് യാഗം നടത്തുന്ന ഒരു ഭൂമിയാണത്. അവിടെ നടക്കുന്നത് സാധാരണ ഒരു പൂജാതി കർമ്മങ്ങൾ എന്നുള്ള രീതിക്ക് അപ്പുറത്ത് യാഗമാണ് അവിടെ നടക്കുന്നത്. അപ്പോ അതില് ഇവിടുത്തെ വ്രതം എന്ന് പറയുന്നത് അതിനപ്പുറത്ത് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ. വിഷു മുതലാണ് ഇവര് വ്രതാനുഷ്ഠാനങ്ങളിലേക്ക് കടക്കുന്നത്. പിന്നീട് നമുക്ക് ചിന്തിക്കാനുള്ളത് കൊട്ടിയൂര് അല്ലെങ്കിൽ കണ്ണൂര്, അവിടുത്തെ ഭാഷാ പ്രയോഗം വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രീതിയാണ്. വല്ലാത്തൊരു സ്ലാങ് ആണല്ലേ. അതായത് അവിടുത്തെ സ്ഥലപ്പേര് പോലും അങ്ങനെയാണ്. മണത്തണ, നീണ്ടു നോക്കി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേളകം, ഇതൊക്കെ എന്ന് പറയുന്നത് സീതാദേവി വരുന്ന സമയത്ത് മണത്തണ എത്തിയ സമയത്ത് ആ തണലില് വിശ്രമിച്ചു എന്നും കേളകത്തിൽ
അടുത്തെത്തിയ സമയത്ത് കാളകളെ അവിടെ നിർത്തിയിട്ട് വിശ്രമിച്ചു. പിന്നെ യാഗത്തിനടുത്തെത്തിയപ്പോൾ നീണ്ടു നോക്കിയ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടുട്ടോ. എനിക്കത് ഭയങ്കര കൗതുകം തോന്നി. കാരണം അവിടുത്തെ സ്ഥലപ്പേര് മുഴുവനും അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇവിടെ ക്ഷേത്രത്തില് കർമ്മങ്ങൾ ചെയ്യുന്ന ഓരോ ആചാരങ്ങൾ നടത്തി പോരുന്ന ആളുകൾക്കും ഉള്ള പേരുകൾ വളരെ ഒരു വിചിത്രമായിട്ടുള്ള പേരുകളാണ്. നാടൻ ഭാഷയിലാണ് അവർ പറയുന്നത്. അതായത് പൂവ് എടുത്ത് കൊടുക്കുന്ന പൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവര് പൂവൻ. അതേപോലെ ഈ നമ്മളെ ആ ഒരു വർഷത്തെ ഉത്സവത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഇതാരൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, കോർഡിനേറ്റർ ഉണ്ടാവുമല്ലോ, അവരൊക്കെ തേടി കണ്ടുപിടിച്ച് ഒന്നിപ്പിച്ച് ഒരു മീറ്റിംഗ് ഒക്കെ വെക്കുന്ന ഒരാളുണ്ട്. ആ സ്ഥാനീയർക്കുള്ള പേര് തേടൻ. അങ്ങനെയുള്ള പേരുകൾ. മച്ചില് പിന്നെ സാധനങ്ങൾ ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ആള് മച്ചൻ. പിന്നെ എന്താണ് ഓച്ചറ, വാദ്യോപകരണത്തിന് ഒച്ച ഇടുന്ന ആള് എന്നുള്ള രീതിയിൽ ഓച്ചറോ അങ്ങനെ എന്തോ പറയും. അതുപോലുള്ള രീതിയിലാണ് അവിടെ. അതുപോലെ ഈ ഒരു മണിത്തറയും അമ്മാറത്തറയും വൃത്തിയാക്കിയെടുക്കും. ഇതിന് ചുറ്റിലും ഒരു ചിറ പോലെ വെള്ളം വെള്ളം നിറയും. എന്നിട്ട് ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വേണം നമ്മൾ ഇതിങ്ങനെ പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ പർണശാലകൾ തീർത്തിട്ടാണ് ഈ ഉത്സവത്തിനേക്കുള്ള എല്ലാവരും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് വിഷു മുതൽ ഇവര് വ്രതം ആരംഭിച്ചതിന് ശേഷം ആദ്യത്തെ കുറച്ച്, എത്ര കാലം എനിക്കറിയില്ല, ആദ്യത്തെ കുറച്ച് കാലം എന്താണ് പെണ്ണുങ്ങളെ കൈ, അങ്ങനെയാണ് കേട്ടോ പറയാ. അതായത് വീട്ടിലെ പെണ്ണുങ്ങൾ വെച്ചുണ്ടാക്കി തരുന്ന ഭക്ഷണം പുറത്തു പോയി കഴിക്കാൻ പാടില്ല. അതിനുശേഷം എന്താണ് വേറെ വെപ്പ്, അവര് തന്നെ വേറെ വെച്ചുണ്ടാക്കി കഴിക്കും വീട്ടിൽ നിന്ന്. അതിനുശേഷം മടത്തിൽ കൂടൽ എന്ന് പറയുമ്പോൾ ഈ പർണശാലകളിലേക്ക് താമസം മാറുക. എന്നിട്ട് അവിടെ തന്നെ താമസിക്കാം, അവരെ ഉണ്ടാക്കി കഴിക്കാം. അവരെ നമ്മൾ ആരെങ്കിലും ഒന്ന് തൊട്ടുപോയാൽ പോലും കലശം കുളിച്ചിട്ട് വേണം പിന്നീട് വ്രതം തുടർന്ന് പോകാൻ വേണ്ടിയിട്ട്. അത്തരത്തിൽ കുറേ പർണശാലകൾ. ഈ പർണശാലകളാണെങ്കിൽ പ്രകൃതിയോട് അങ്ങനെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഓല മേഞ്ഞുണ്ടാക്കിയ കുഞ്ഞു കുഞ്ഞു പർണശാലകൾ. നമ്മൾ രാമായണത്തിൽ സീതാദേവിയുടെ കഥ വായിക്കുമ്പോൾ കാട്ടിലുണ്ടാക്കിയ പർണശാലകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതുപോലത്തെ പർണശാലകളാണ് അവിടെ ഉണ്ടാക്കുന്നത്. അതെല്ലാം താൽക്കാലികമായിട്ട് ആ സമയത്താണ് ഉണ്ടാക്കുന്നത്. പിന്നെ അവിടെ അവകാശപ്പെട്ട കുറെ തറവാട്ടുകാരുണ്ട്. ഈ ഒക്കെ തറവാടിന്റെയും പേരിൽ ഓരോരോ പർണശാല നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താന്ന് വെച്ചാൽ അന്ന് ഞാൻ ആലിംഗന പുഷ്പാഞ്ജലിയാണ് തൊഴാൻ പോയത്. അന്ന് അവിടെ കുറുമാത്തൂർ കോലത്ത് നാട്ടിലെ കുറുമാത്തൂർ ഇല്ലത്തെ ഏറ്റവും പ്രായം കൂടിയ കാരണവരാണ് അവിടെ ഈ ഒരു ആലിംഗന പുഷ്പാഞ്ജലിയിൽ ആലിംഗനം ചെയ്യാനായിട്ട് അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിന് അഥവാ ഇനി സാധിച്ചില്ല, ഈ ആലിംഗന പുഷ്പാഞ്ജലി ചെയ്യാനുള്ള ആരോഗ്യം എന്തെങ്കിലും കാരണത്താൽ ഇദ്ദേഹത്തിന് അവിടെ എത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പകരക്കാരെ വെച്ചിട്ട് പോലും അത് ചെയ്യില്ല കേട്ടോ. അതങ്ങനെയാണ്. അത്രത്തോളം കണിശമായിട്ടാണ് അവിടുത്തെ ചിട്ടകൾ. പിന്നെ ഒന്നിനും ഇന്ന സമയത്ത് എന്നുള്ള സമയക്രമം ഇല്ല. ഒരു കാര്യം തുടങ്ങുന്നു, അത് ചെയ്യുന്നു, അതിനുശേഷം അടുത്തത്, അതെപ്പോ കഴിയുന്നു, അതിനുശേഷം അടുത്തത് എന്ന രീതിയിലാണ് അവിടുത്തെ ചടങ്ങുകൾ മുഴുവനും നടക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ഈ ഒരു ആലിംഗന പുഷ്പാഞ്ജലിക്ക് വരുന്ന കുറുമാത്തൂർ ഇല്ലത്തുള്ള പ്രായപ്പെട്ട മനുഷ്യൻ അദ്ദേഹം അവിടെ എത്തുന്ന സമയത്ത് തലേന്ന് എത്തുകയും ആക്കൽ തറവാട്, ആക്കൽ തറവാട്ടിലാണ് ഇദ്ദേഹം താമസിക്കാം. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ വിശ്രമം എവിടെയാണെന്നറിയോ? ഇതിനോട് ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഓല വെച്ചുണ്ടാക്കിയ ഒരു കയ്യാല, ആക്കൽ കയ്യാലയിലാണ് ഇദ്ദേഹം വിശ്രമിക്കേണ്ടത്, അവിടെ തന്നെ. അങ്ങനെയൊക്കെയുള്ള ഒരു നമ്മൾ മറ്റൊരിടത്തും കാണാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ. അതായത് യാഗമാണ് നമ്മൾ കാണുന്നത്, അതിന്റെ വ്യത്യാസമായിരിക്കും. മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവം എന്നുള്ള രീതിയിലാണല്ലോ, ഇവിടെ നടക്കുന്നത് യാഗോത്സവം ആയതുകൊണ്ടായിരിക്കും നമുക്ക് ഇത്രയേറെ പ്രത്യേകത തോന്നുന്നത്. അതേപോലെ ഇവിടുത്തെ ഉത്സവം ഒരിക്കലും തീരുന്നില്ല. ഒന്നിന്റെ തുടർച്ചയായിട്ടാണ് ഓരോ വർഷവും ഉത്സവം നടക്കുന്നത്. 1000 കുടം സമർപ്പണം, അങ്ങനെ എന്തോ ഒരു പൂജയുണ്ട്, 1000 കുടം. അപ്പൊ അത് സഹസ്രകുംഭം എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പൊ അത് ചെയ്തിട്ട് ഇവിടെ പൂജകൾ പൂർത്തിയാക്കുന്നില്ല. ഇത്തവണ ചെയ്ത് പൂർത്തിയാക്കാതെ വെച്ചിട്ട് അത് അടുത്ത വർഷം വന്നിട്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് ബാക്കി പൂജകൾ ചെയ്യുന്നത്. പിന്നെ അവിടെ നമ്മൾ സ്ത്രീകൾക്ക് കയറാനും കയറാതിരിക്കാനും ഒക്കെയുള്ള സമയക്രമങ്ങളുണ്ട്. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുരുഷന്മാർ മാത്രമേ പോളൂ. അതിനും ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂതഗണാദികളെ പൂജയോ അങ്ങനെ എന്തോ ഒരു രീതിയിലാണ്. അപ്പൊ അത് കുറിച്യർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അവിടുന്ന് നമുക്ക് ആർക്കും അറിയാത്ത നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുക. ഇത് ചെയ്യുന്ന സമയത്ത് മുഴുവനും ഇരുട്ടായിരിക്കും. പ്രത്യേകിച്ച് ഇത് കാടിനകത്താണ്. ഒരു ഒന്നിന്റെയും വെളിച്ചം അവിടെ ഉണ്ടാവില്ല. അപ്പൊ അവിടെ തന്നെ ഈ കയ്യാലകൾ, ഇതിന് ചുറ്റിലും പർണശാലകളിൽ താമസിക്കുന്ന ഓരോ സ്ഥാനീയരുണ്ടാവും. അവരൊന്നും പുറത്തിറങ്ങുന്നില്ല, അവരും ഇരുട്ടത്ത് ഉള്ളിലിരിക്കാം. ഇതേ സമയം ഇരുട്ടിൽ തപ്പി ഇവര് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ഉത്സവം തീരുന്നില്ല. ഈ ഒരു 28 ദിവസം കഴിയുന്നതോടുകൂടി അത് മുഴുവൻ അവിടുന്ന് പൊളിച്ചു മാറ്റി കത്തിക്കുകയാണെന്ന് ഞാൻ ഒരു തവണ കേട്ടിട്ടുണ്ട്, ഒരാൾ പറഞ്ഞിട്ട്. അത് സത്യമാണോ എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. ആ ഭരണശാലകളൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് വീണ്ടും പിന്നെ അങ്ങോട്ടേക്ക് ആരും പോകില്ല. എന്താന്ന് വെച്ചാൽ സ്വയംഭൂവായിട്ട് ശിവഭഗവാൻ ഉത്ഭവിച്ചിട്ടുള്ള ആ ഒരു കുഴി പോലുള്ള ഒരു സ്ഥലമാണ്. അതിനകത്താണ് ഇത് ബിംബം ഇരിക്കുന്നത്, ശിവഭഗവാന്റെ. അതിനകത്ത് എവിടുന്നോ കൊണ്ടുവരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മണ്ണ് വെച്ചിട്ട് ഇത് അടച്ചു കളയും. അതായത് ആ കുഴിയിട്ട് മണ്ണിട്ട് മൂടിക്കളയും. അഷ്ടബന്ധം എന്നാണ് പറയുന്നത്. ഇത് അടുത്ത വർഷം വന്നിട്ട് ഉത്സവം ആവുന്ന സമയത്ത് ആദ്യം ഈ അഷ്ടബന്ധം നീക്കിയിട്ട് ഇതാണ് നമുക്ക് പ്രസാദമായിട്ട് തരുന്നത്. ഈ അഷ്ടബന്ധം എന്ന് പറയുന്ന മണ്ണ് ഒരുപാട് ഔഷധ വീര്യമുള്ള ഒരു മണ്ണാണ്. അതുകൊണ്ടാണ് അത് ആ പ്രസാദം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും അസുഖമുള്ളവർ അത് ശരീരത്തിൽ തേക്കുമ്പോൾ അസുഖം മാറുന്ന അത്ഭുതം. അവിടെ അത്ഭുതങ്ങൾ എന്ന്
പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് പ്രകൃതി ഇങ്ങനെ നിറഞ്ഞ കണ്ണിൽ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ കാണിക്കുന്ന അത്ഭുതങ്ങൾ ഒരുപാട് പേർക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ശ്രദ്ധിക്കാൻ ആ രീതിയിൽ ചിന്തിക്കാത്തവർക്ക് മാത്രമേ അവിടെ പ്രത്യേകിച്ച് ഒരു അത്ഭുതമില്ല എന്ന് പറയുള്ളൂ. അല്ലാത്ത ഒരാൾക്കും അത് ഫീൽ ചെയ്യില്ല. കാരണം ഈ ഒരു കഥകൾ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് അവിടെ പ്രദക്ഷിണം വെക്കുന്ന സമയത്തൊക്കെ ആ ഭൂമിയിൽ നമ്മളെ കാലടികൾ ഓരോന്നായിട്ട് വെക്കും തോറും നമ്മളെ മനസ്സിൽ ഈ ഒരു കഥ ഉണ്ടല്ലോ, ഇത് നമ്മളെ മനസ്സിൽ ഓടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു അനുഭവം തീർച്ചയായിട്ടും കിട്ടും. നമ്മള് സാധാരണ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്, മരിച്ചു കഴിഞ്ഞിട്ടില്ല മരണാനന്തര കർമ്മങ്ങൾക്കാണ് ഏറ്റവും ശുദ്ധി വേണ്ടതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യുന്നതിനേക്കാൾ ശുദ്ധി, നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നതിനേക്കാൾ ശുദ്ധി വേണ്ടത് മരണാനന്തര ക്രിയകൾ ചെയ്യുമ്പോഴാണെന്ന്. അതായത് നമ്മൾ ഒരു കുളത്തിൽ ഇറങ്ങി ഈറനോടെ മുങ്ങിയിട്ട് നമ്മൾ മുടി പോലും തോർത്തുന്നില്ല അല്ലെ, കൈയൊക്കെ ശുദ്ധമായി വന്നുകൊണ്ട് നേരെ വന്നിട്ട് ബലിതർപ്പണം നടത്തുകയാണ്. അതേ ശുദ്ധിയോട് കൂടി തന്നെയാണ് കൊട്ടിയൂർ ദർശനവും പറയുന്നത്. ബാവലിപ്പുഴ നമ്മൾ നീന്തി ബാവലിപ്പുഴയിലൂടെ കടന്നിട്ടാണ് ശരിക്കും പോകേണ്ടത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ മാറ്റം പ്രകാരം ആരും അങ്ങനെ പോകുന്നില്ല. അത് പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട്. പക്ഷെ ഇളനീർ വെപ്പിന് അവിടെ ഇവർ ഇളനീരും കൊണ്ട് 19 കിലോമീറ്റർ നടന്നിട്ട് ഇവിടെ എത്താണ്, ഇങ്ങനെ ഇളനീർ ചുമലിലേന്തിയിട്ട്. അവര് വന്നിട്ട് ഈ പുഴ കടക്കാൻ ഒരു രാശി നോക്കിയിട്ടാ പോവാട്ടോ. ഇത്തവണ അവിടെ ഞാൻ പറഞ്ഞു കേട്ടത് അത്രയധികം വെള്ളം പൊന്തിയിട്ട് ആൾക്കാർ മുങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തിട്ടും ഇവർക്ക് നല്ല വിശ്വാസമുണ്ട്, പിറ്റേന്ന് ഞങ്ങൾക്ക് ഈ ഒരു രാശി ആകുമ്പോഴത്തേക്കും വെള്ളം കുറയുന്നു, ഇവർക്ക് നടന്നു പോകാൻ സാധിക്കും എന്നുള്ളത്. അതൊക്കെ എന്തൊരു അതിശയാണ്. ആ പറഞ്ഞതുപോലെ തന്നെ അതേ സമയം ആയപ്പോഴത്തേക്കും വെള്ളം ഇവർക്ക് പോകാൻ പാകത്തിന് താഴ്ന്നു കൊടുത്തു എന്ന്, പുഴ കടന്നു പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നിട്ടും പോലീസുകാരെ എതിർത്തൊന്നും ദേവസ്വംകാർ ശ്രദ്ധിച്ചില്ല എന്നൊക്കെയുള്ള കുറച്ച് വിഷയങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആചാരങ്ങൾ തെറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ട, അത് അറിഞ്ഞൂടല്ലോ, കൃത്യമായ കാര്യം അറിയില്ലല്ലോ. അങ്ങനെ അപ്പൊ നമ്മൾ പോകുന്ന സമയത്ത് ആ പുഴയിൽ മുങ്ങി, ബാവലി പുഴയിൽ മുങ്ങി നിവർന്ന സമയത്ത് പുഴയുടെ അടിയിൽ നിന്ന് കല്ലുകൾ എടുക്കുക. 2 കല്ല് തമ്മിൽ ഉരച്ച് ചേർക്കുന്ന സമയത്ത് ഭസ്മാണോ ചന്ദനാണോ സിന്ദൂരാണോ ഈ 3 നിറത്തിൽ നമുക്ക് അവിടുന്ന് ഇത് തയ്ക്കുമ്പോൾ കിട്ടും കേട്ടോ. എന്നിട്ട് അത് തൊട്ട് നെറ്റിയിൽ ചാർത്തി കഴിഞ്ഞാൽ അതൊക്കെ ഒരു അനുഗ്രഹമായിട്ടാ തോന്നാം. അപ്പൊ പലരും പറയുന്നുണ്ട്, ഞാനൊരു വീഡിയോയിൽ കണ്ടിരുന്നു, ഇത് വെള്ളത്തിലുള്ള ചളി അടിഞ്ഞു കൂടിയിട്ട് അത് തമ്മിൽ ഉരയ്ക്കുമ്പോൾ വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് മറ്റുള്ള പുഴകളിലുള്ള കല്ലുകളിൽ സാധിക്കാത്തത് അല്ലെ? അത് ചിന്തിച്ചു നോക്കണ്ടേ. മറ്റുള്ള എവിടെയെങ്കിലും ഞാൻ അത് കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ അപ്പട നിവേദ്യം എന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ട്. ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. അത് ഔഷധ പ്രാധാന്യമുള്ള ഒരു പ്രസാദമാണ്. അത് കനലിൽ ചുട്ടെടുത്തിട്ടാണ് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാല് അത് കഴിക്കുമ്പോൾ അവിടെ അവർക്ക് ഈ ആചാരം ചടങ്ങുകൾ ചെയ്യുന്നവർക്ക് ഈ ഒരു പ്രസാദം കൊടുക്കുമ്പോൾ മധുരമാണ് സാധാരണയായിട്ട് ഫീൽ ചെയ്യുക. മധുരം ആ പ്രസാദം കഴിക്കുമ്പോൾ മധുരമാണ് ഫീൽ ചെയ്യുക. പക്ഷെ ചിലർക്ക് എപ്പോഴെങ്കിലും അതിനൊരു കയ്പ് അനുഭവപ്പെട്ടാൽ മനസ്സിലാക്കുക, അടുത്ത വൈശാഖ മഹോത്സവം ആകുമ്പോഴത്തേക്കും ഞാൻ ഈ ശരീരം വിട്ടു പോയിട്ടുണ്ടാവും, അതായത് മരിച്ചു പോകും എന്നുള്ള ആ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ആ ഒരു കയ്പ് അനുഭവപ്പെട്ട അടുത്തത് നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാല്, അടുത്ത തലമുറയ്ക്ക് തന്റെ സ്ഥാനത്ത് നിന്ന് ഈ ചടങ്ങ് ആരാണോ ചെയ്യാൻ അർഹതപ്പെട്ടത് അവർക്ക് നമ്മൾ ഈ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഈ ഒരു ചടങ്ങിന്റെ പ്രാചീന രഹസ്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ അടുത്ത തലമുറയ്ക്ക് ഉപദേശത്തിലൂടെ മാത്രമാണ്, എഴുതി വെച്ചിട്ടല്ല ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അത്ര പോലും പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഇതാക്കുന്ന രീതിയിലുള്ള ഒരു ഔഷധ വീര്യമുള്ള ഒരു അപ്പട നിവേദ്യം എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രസിദ്ധമായിട്ട് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ട്, കൊട്ടിയൂരുണ്ട്. അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. ഒരുപാട് നിഗൂഢതകളാണ് അവിടെ ഓരോ ചടങ്ങ് നടക്കുമ്പോഴും നമുക്ക് പ്രകൃതി തന്നെ പല മായകളും കാണിച്ചു തരും. അതേപോലെ ഈ തിരുവഞ്ചിറ, ഇവിടെ ഉത്സവം ഉണ്ടെങ്കിൽ മഴയുത്സവം എന്നും കൂടെ പറയൂ കേട്ടോ, വൈശാഖ മഹോത്സവം. അപ്പൊ ഇവിടെ എപ്പോഴും മഴക്കാലത്ത് തന്നെ ആവണമെന്നില്ല. അപ്പോ മഴക്കാലം അല്ലെങ്കിലും ഈ ഉത്സവം നടക്കുന്നുണ്ടെങ്കിൽ ചടങ്ങുകൾക്ക് കൃത്യമായിട്ട് മഴ എത്തിയിരിക്കും. അതേപോലെ അവിടെ പ്രദക്ഷിണം വെക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ആ ഒരു തിരുവഞ്ചിറ എന്ന് പറഞ്ഞല്ലോ, ചുറ്റിലും മണിത്തറയ്ക്ക് ചുറ്റിലും തിരുവഞ്ചിറ എന്ന് പറഞ്ഞല്ലോ, അതൊരിക്കലും പറ്റി വരണ്ടിട്ട് നമ്മൾ കാല് നനയാതെ പ്രദക്ഷിണം വെക്കുന്നില്ല. അവിടെ എന്തായാലും വെള്ളം ഉണ്ടാവും. കാരണം ബാവലിപ്പുഴേന്റെ ഒരു ദിശയിൽ നിന്ന് വെള്ളം അതിലേക്ക് വരികയും മറുദിശയിലൂടെ വെള്ളം അതിൽ തന്നെ ആ പുഴയിൽ തന്നെ ചേരുകയും ചെയ്യാന്നുള്ളതാണ്. മറ്റൊരു കാര്യം, നമ്മൾ വൈശാഖ മഹോത്സവം എന്ന് പറയുമ്പോൾ വൈശാഖ മാസത്തിലായതുകൊണ്ടാണ് എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, അത് വിശാഖം നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വൈശാഖ മഹോത്സവം എന്ന് പറയുന്നത്. ആ പേര് വരുന്നത് അങ്ങനെയാണ്. പക്ഷെ അത് എപ്പോഴും വൈശാഖ മാസത്തിൽ എന്നില്ല. എന്നാൽ 1-2 ദിവസം മാത്രമായിരിക്കും ഈ വൈശാഖ മാസത്തിൽ ഉണ്ടാവുക. എങ്ങനെയൊക്കെ വരാം. പക്ഷെ ഈ ഒരു പേര് വന്നിരിക്കുന്നത് വിശാഖം നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കേട്ടോ. ഓരോ കാര്യങ്ങൾ ഓർത്ത് പറയാണ്. 64 അടിയന്തരക്കാരാണ് അവിടെ ഉള്ളത്. ടോട്ടല് അത്രയും പേരാണ് ഈ യാഗം നടത്താനായിട്ടുള്ള അടിയന്തരക്കാരുണ്ടാവുക. അതിലാണ് നമ്മൾ പറഞ്ഞ 7 ഇല്ലങ്ങളിലുള്ള ആളുകൾക്കാണ് ഈ മണിത്തറയിൽ കയറാനുള്ള അവകാശമുള്ളൂ. എന്തൊരു ഭാഗ്യാണല്ലോ. എന്താണെങ്കിലും നമ്മളെ പ്രാചീനമായ രീതിയിൽ തന്നെ ഇന്നും അവിടെ നൂറ്റാണ്ടുകൾക്ക് ശേഷവും അവിടുത്തെ ഉത്സവം ആ ഒരു രീതിയിൽ തന്നെ തുടർന്നു പോകുന്നു എന്നുള്ളത് തന്നെ കണ്ണിന് ഭയങ്കര ഒരു കാഴ്ചയാണ്. എല്ലാം കൊണ്ടും പണ്ടത്തെ രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഓലക്കുട ഏന്തിയിട്ടാണ് അവിടെ എല്ലാവരും എത്തുന്നത്. അവിടുത്തെ ആചാര്യന്മാരൊക്കെ എത്തുന്നത് ഓലക്കുട ചൂടിയിട്ടൊക്കെയാണ് കേട്ടോ.
ആ മണ്ണിൽ പോയി നിൽക്കാനും അവിടുത്തെ യാഗം കാണാനും പ്രാർത്ഥിക്കാനും നാമം ചൊല്ലാനും ഓംകാരം ചൊല്ലാനും ഒക്കെ ഉള്ള ഭാഗ്യം എനിക്കും കിട്ടി. നിങ്ങളിൽ ഓരോരുത്തർക്കും ആ പുണ്യഭൂമിയിൽ കാലുകുത്താൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊട്ടിയൂരപ്പന്റെ കഥ അല്ലെങ്കിൽ സതീദേവിയുടെ കഥ അറിയാത്ത ഒരാൾക്കെങ്കിലും വേണ്ടി എനിക്കിങ്ങനെ പറയാൻ സാധിച്ചതിൽ ഞാൻ അത്രയധികം സന്തോഷത്തോടെ ഈ വീഡിയോ ഇവിടെ നിർത്താണ് കേട്ടോ. ഞാൻ പറഞ്ഞതിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഭഗവാനെ. ഞാൻ എല്ലാം അവിടത്തേക്ക് സമർപ്പിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയുന്ന കാര്യങ്ങൾ അത് ഞാൻ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൽ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. വെച്ചാൽ കേട്ട് കേട്ട് വരുന്നത്, അതായത് വാമൊഴിയായിട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഇതൊക്കെ. എവിടെയും എഴുതി വെച്ചത് വായിച്ചതൊന്നും അല്ല. പലരായിട്ട് പറഞ്ഞും ചോദിച്ചും ഒക്കെ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ പല പല വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഞാൻ തെറ്റു പറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.